അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസല്ലി വ ഉസല്ലിമു അഫ്ളലസ് സ്വലാത്ത് വ അസ്കസ് സലാം വ അത്തമ്മത് തസ്ലീം അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين. قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون. أرسله معنا غدا يرتع ويلعب وإنا له لحافظون. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അനുഗ്രഹവും നേടിയെടുക്കാൻ സാധിക്കും വിധം രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഏതാനും ആഴ്ചകളിലായി നാം അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച്, ആരാണ് അള്ളാഹു എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്ത് മനുഷ്യനെ സംശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു പരീക്ഷണം ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കി. ആ പരീക്ഷണം ഒരു പരിധിവരെ അള്ളാഹുവിൻ്റെ നല്ലവരായ ദാസന്മാരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിത വിശുദ്ധിയും അവരുടെ തിരിച്ചുവരവുമൊക്കെ കണ്ടപ്പോൾ അള്ളാഹു ലോകത്തിന് അല്പം ആശ്വാസം നൽകി. ആശ്വാസം നൽകിയ ഉടനെ ആളുകൾ വീണ്ടും അവരുടെ എല്ലാവിധ തമ്മാടിത്തത്തിലേക്കും വീണ്ടും കടക്കാൻ തുടങ്ങി. വിവാഹങ്ങൾ ആർഭാടമായി. രാജ്യത്ത് എന്തെല്ലാം ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ ആ നിലക്കുള്ള ആൾക്കൂട്ടങ്ങളുണ്ടായി. വിവാഹപ്പെണ്ണിനെ ഇറക്കുമ്പോൾ ഒലക്കൻ്റെ മുകളിൽ പൂ ചുറ്റിയിട്ട് അതുകൊണ്ട് അരിയിടിക്കുന്ന ഒരു കൂട്ടം. എങ്ങനെയാണ് ചെകുത്താനെ സന്തോഷിപ്പിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന മാപ്പിളാരുള്ളൊരു ലോകമാണിത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സമാശ്വസിക്കാനും സമാധാനിക്കാനും സമയമായില്ല എന്നറിയിച്ചുകൊണ്ട് വീണ്ടും അള്ളാഹുവിൻ്റെ ശിക്ഷ വാനമിറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ബ്രിട്ടനിലേക്ക് ഒരു ഗതാഗതം അങ്ങോട്ടേക്കോ അവിടുന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലേക്കോ വരാൻ കഴിയാത്തൊരവസ്ഥ. സൗദി അറേബ്യയിലേക്ക് കടക്കാൻ കഴിയില്ല, സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. ഇറ്റലിയിൽ സ്ഥിതി അത് തന്നെ. രാജ്യം മുഴുവനും അള്ളാഹു വീണ്ടും 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 അള്ളാഹു കുലുക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയണം, ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലിയ മാരകമായ ശിക്ഷ നിങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ്
ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി നാം നിങ്ങൾ ആസ്വദിപ്പിക്കും. എന്തിന്? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് അള്ളാഹു ശിക്ഷ നൽകുന്നത്. പക്ഷേ ശിക്ഷ ഏറ്റുവാങ്ങുന്ന നമ്മളോ അള്ളാഹു ആ ശിക്ഷയിൽ നിന്ന് ലഘൂകരണം വരുത്തി ആശ്വാസം അല്പം നൽകുമ്പോഴേക്കും വീണ്ടും തമ്മാടുത്തതിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം ഒരു പുതുവർഷ പുലരി, ക്രിസ്തുമസ്, ചെണ്ടയും മുട്ടി നടക്കുകയാണ്. രാജ്യം മുഴുവൻ അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്ന വിധം അള്ളാഹുവിൻ്റെ ശിക്ഷ മാരകമാകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രവാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് ഈ കവാടങ്ങളെല്ലാം, ഈ ഗതാഗത കവാടങ്ങളെല്ലാം അടക്കപ്പെടുമ്പോൾ ഒരുപാട് പ്രവാസികളുണ്ട്. അവർ നമ്മളുടെ മക്കളാണ്, നമ്മളുടെ ജ്യേഷ്ഠന്മാരാണ്, നമ്മളുടെ പിതാക്കന്മാരാണ്, നമ്മളുടെ ബന്ധുമിത്രാദികളാണ്. ഓർക്കുക അവരുടെ പ്രയാസം. നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ മാരകമായ ഈ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു ലോകത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വെച്ചു, അള്ളാഹു ആലിമുൽ ഗൈബ്, അദൃശ്യം അറിയുന്നവൻ. ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എപ്പോഴെല്ലാം നടക്കുന്നു, രാത്രിയിൽ നടന്നാലും പകലിൽ നടന്നാലും ഇരുട്ടത്ത് നടന്നാലും വെളിച്ചത്ത് നടന്നാലും ഏത് മലമടക്കിൽ വെച്ച് ചെയ്താലും എന്ത് ചെയ്താലും അദൃശ്യജ്ഞാനിയായ അള്ളാഹു അറിയും. ഫലാ യുൽഹിറു അലാ ഗൈബിഹി, അവൻ്റെ അദൃശ്യം അള്ളാഹു ആർക്കും വെളിവാക്കൂല. അറിയേണ്ട കാര്യമാണ്. ലോകത്ത് അള്ളാഹ് പറയാൻ സൂറത്ത് ജിന്നിൽ, ഇല്ലാ ലിമൻ ഇർത്തളാ മിൻ റസൂൽ, അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവാചകന്മാർക്കല്ലാതെ അള്ളാഹു അദൃശ്യജ്ഞാനം, അതും അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രം, പ്രവാചകന്മാർ ഉദ്ദേശിക്കുമ്പോഴല്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച കാര്യം പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിക്കും. അതല്ലാത്ത അറിവൊന്നും ലോകത്തുള്ള ആർക്കുമില്ല. അവിടെയും നമ്മൾ അള്ളാഹുവിൻ്റെ കുദറത്തിൻ്റെ നേരെ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ ഇരുതല മൂർച്ചയുള്ള വാളുമായി അള്ളാഹുവിനെ വെട്ടാൻ വാങ്ങുമ്പോൾ അള്ളാഹു ശിക്ഷ വീണ്ടും ഇറക്കും. അദൃശ്യജ്ഞാനം അള്ളാഹു അല്ലാത്ത ഒരാൾക്കുമില്ല എന്ന് പഠിക്കാനുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് നൽകിയത്. ഞാൻ ഓതിവെച്ച ഒരു സൂറ, എന്തിനാണ് ഖുർആനിൽ അള്ളാഹു സൂറത്ത് യൂസുഫ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അധ്യായം ഖുർആനിലുണ്ട്. ആ സൂറത്ത് യൂസുഫ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അറിയേണ്ടത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വയോവൃദ്ധനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹു വളരെ തൃപ്തിപ്പെട്ട പ്രവാചകനാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യൂസുഫിനെ വധിക്കാൻ, കൊന്നുകളയാൻ ജ്യേഷ്ഠന്മാർ പ്ലാനിട്ടു. ആ ജ്യേഷ്ഠന്മാർ പ്ലാനിട്ടിട്ട് ഉപ്പാനോട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് യൂസുഫിനെ വീടിൻ്റെ അകത്തങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല. അവൻ പുറത്തു വന്ന് കളിച്ചുല്ലസിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് ശാരീരികമായ യോഗ്യതയും മാനസികമായ സംതൃപ്തിയും ഒക്കെ നമ്മളുടെ അനുജന് കിട്ടേണ്ടതുണ്ട്. ജ്യേഷ്ഠന്മാരായ ഞങ്ങളാണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ യാക്കൂബ് നബിയുടെ അടുത്ത് വന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകനായ യാക്കൂബ് നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഖാലൂ യാ അബാന മാലക ലാ തമന്നാ അലാ യൂസുഫ്, പിതാവേ എന്തുകൊണ്ടാണ് നിങ്ങൾ യൂസുഫിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്തത്? യൂസുഫിനെ ഞങ്ങൾ അപകടപ്പെടുത്തുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ അവനെ അയച്ചു തരണം. അവനെ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ അയക്കുന്നില്ല? മാലക ലാ തമന്നാ അലാ യൂസുഫ് വഇന്നാ ലഹു ലനാസിഹൂൻ, അവനെ ഉപദേശിച്ച് നന്നാക്കി നല്ല ജീവൻ നൽകേണ്ട ഉത്തരവാദിത്തമുള്ള ജ്യേഷ്ഠന്മാരല്ലേ ഞങ്ങൾ. വഇന്നാ ലഹു ലനാസിഹൂൻ, ഞങ്ങൾ അവൻ്റെ ഉപദേഷ്ടാക്കളാണ്. അതുകൊണ്ട് അർസിൽഹു മഅനാ ഗദൻ, ഉപ്പ ഞങ്ങളുടെ കൂടെ നിങ്ങൾ അവനെ അയച്ചു തരണം, നാളെ അയച്ചു തരണം. എന്തിനാ? യർതവയൽഅബ്, അവൻ യഥേഷ്ടം കളിക്കുകയും യഥേഷ്ടം ഭക്ഷിക്കുകയും ചെയ്യട്ടെ. വഇന്നാ ലഹു ലഹാഫിളൂൻ, ഞങ്ങൾ അവനെ നല്ലോണം പൊന്നുപോലെ നോക്കാം എന്നുപ്പാനോട് വന്ന് പറഞ്ഞു. എന്താണ് അവരുടെ ഉള്ളിലുള്ളത്? അവരുടെ ഉള്ളിലുള്ളത് സ്വന്തം അനുജനെ ഒന്നുകിൽ ഉക്തുലു യൂസുഫ അവിത്രഹു അർലൻ, ഒന്നുകിൽ പൊട്ടൻ കിണറ്റിൽ തള്ളുക, അല്ലെങ്കിൽ കൊന്ന് വകവരുത്തുക. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ജ്യേഷ്ഠന്മാർ ഉപ്പാൻ്റെ അടുത്ത് വരുന്നത്. ആരാ ഉപ്പ? യാക്കൂബ് നബി. ആ പിതാവിൻ്റെ അടുത്ത് വന്ന് അവർ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറയേണ്ടത്? അദൃശ്യമായ അറിവുണ്ടായതെങ്കിൽ എന്ത് ചെയ്യണം? അദൃശ്യമായ അറിവ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ വയോവൃദ്ധനായ യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറയണം? നിങ്ങൾ എൻ്റെ മകനെ കൊല്ലാൻ തീരുമാനമെടുത്തിട്ടല്ലേ വന്നത്?
എന്നിട്ടിപ്പോൾ എന്നോട് വന്നിട്ട് നിങ്ങൾ അവനെ സംരക്ഷിക്കാമെന്ന് പറയുകയാണോ? നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചില്ലേ എന്ന് പറയണ്ടേ? പകരം അദ്ദേഹം എന്താ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞല്ലോ, ഖാല ഇന്നി ലയഹ്സുനനി അൻ തദ്ഹബൂ ബിഹി, നിങ്ങൾ അവനെയും കൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ വഅഖാഫു അൻ യഅകുലഹു ദീബ്, അവനെ ചെന്നായ പിടിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അദൃശ്യജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? കൽബിലുള്ള കാര്യങ്ങളെ, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടാ പോൽ കാട്ടിപ്പറഞ്ഞോ വൃത, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോലെ കാട്ടിപ്പറയും. ആര്? മൊയ്തീൻ ഷേഖ്. മൊയ്തീൻ ഷേഖിനെ സംബന്ധിച്ച് ഖുർആനിലൂടെ ഇല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തൗഹീദ് പഠിപ്പിക്കുകയും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിൻ്റെ മുഖറബായ, അള്ളാഹുവിൻ്റെ ഒലിയീൻ, അള്ളാഹു പറഞ്ഞ നിബന്ധനകളെല്ലാം പാലിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹം പറഞ്ഞതല്ല ഞാൻ കൺകൊണ്ട് കണ്ട പോലെ കാട്ടി പറഞ്ഞോളാണ്. പക്ഷേ മുസ്ലിം സമൂഹം, അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹു എങ്ങനെ ശിക്ഷ മാറ്റിയെടുക്കും? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാന ശിലക്ക് തന്നെ കത്തിവെച്ച് അതിൻ്റെ ചുവട്ടിൽ തീയിട്ട് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് അള്ളാഹുവിൻ്റെ കുദറത്തുകളെ, അള്ളാഹുവിൻ്റെ കഴിവുകളെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അള്ളാഹുലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അള്ളാഹു സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികൾ അകറ്റി സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കാട്ടിലേക്ക് പോയാൽ അഖാഫു അൻ യഅകുലഹു ദീബ് വഅൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അശ്രദ്ധരായി നിൽക്കുമ്പോൾ, നിങ്ങൾ കാട്ടിൽ ചെന്ന് കളിയിൽ നിങ്ങൾ മുഴുകുമ്പോൾ എൻ്റെ മകനെ ചെന്നായ തിന്നുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അപ്പോൾ അവരെന്താ പറഞ്ഞറിയോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. നഹ്നു ഉസ്ബത്തുൻ, ഞങ്ങൾ സംഘം ശക്തരായ ജ്യേഷ്ഠന്മാർ കൂടെയില്ലേ എന്ന് മാത്രമല്ല, യൂസുഫ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മാത്രമാണോ നഷ്ടം? നിങ്ങളുടെ മോൻ മാത്രമാണോ നഷ്ടപ്പെടുന്നത്? ഇന്നായിതല്ല ഖാസിറൂൻ, ഞങ്ങളുടെ അനുജനല്ലേ നഷ്ടപ്പെടുന്നത്? ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അത്രയും വാഗ്വാദങ്ങളെല്ലാം പിതാവുമായി നടത്തി അവസാനം ആ പിതാവ് അറിഞ്ഞില്ല തൻ്റെ മകനെ ഇവർ വകവരുത്താൻ കൊണ്ടുപോകാൻ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ട് അവരെന്താ ചെയ്തത്? അവർ ഒരാടിനെ കാട്ടിൽ നിന്ന് കൊന്നിട്ട് അതിൻ്റെ രക്തം യൂസുഫിൻ്റെ കുപ്പായത്തിൽ പുരട്ടി ആ അപ്പാൻ്റെ അടുത്തേക്ക് വന്നു. ഖുർആൻ പറയാൻ, ഇതെന്തിനാ ഖുർആൻ പറയുന്നത്? എന്തിനാ ഖുർആൻ നമ്മൾ ഈ യൂസുഫ് എന്ന് പറഞ്ഞൊരു അധ്യായം ഓതുന്നത്? നമ്മളുടെ വിശ്വാസം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അത് പഠിക്കാനല്ലേ. അള്ളാഹ് പറയുന്നു, ആ ഉപ്പാന്റെ അടുത്ത് വന്നിട്ട് അവർ ഇതെല്ലാം ചെയ്തിട്ട് എന്താ പറഞ്ഞറിയോ? കാലൂയ അബാന ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു الذئب വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സാദിഖീൻ. അവർ വന്ന് പറഞ്ഞ ഭാഷ ഖുർആൻ പറയാൻ. കാലു അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ ഉപ്പ, ഇന്നാ ദഹബ്നാ നസ്തബിഖു, ഞങ്ങൾ കാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മത്സരിച്ചോടാൻ പോയി. വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ, വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പറിച്ചെടുത്ത കായ്കനികൾ നോക്കാൻ വേണ്ടി യൂസുഫിനാക്കി. അങ്ങനെ ഞങ്ങൾ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഫഅകലഹു ദീബു, അവന് ചെന്നായ തിന്നു. ആരോടാ പറയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനോട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു അധ്യായം തന്നെ ഖുർആനിൽ ഉൾക്കൊള്ളിച്ച ആ വയോവൃദ്ധനായ പ്രവാചകൻ, അവരുടെ പിതാവാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ. അള്ളാഹു കറാമത്ത് കൊടുത്തിട്ട് ഗൈബിയായ അറിവൊക്കെ നൽകുകയാണെങ്കിൽ ആർക്കാ കൊടുക്കേണ്ടത്? പ്രവാചകന്മാർക്കല്ലേ. ആ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കൊടുത്ത മറുപടികൾ കേട്ടണം. അവർ വന്നിട്ട് പറഞ്ഞത് ചെന്നായ തിന്നും. അതിനൊരു തെളിവിറ്റാ വന്നത്. എന്താ തെളിവ്? ഖുർആൻ പറയാം, വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ, ഒരു കള്ളച്ചോര, അതായത് കാട്ടിൽ നിന്ന് അടിച്ചെടുത്ത ഒരു ആടിന്റെ രക്തം കുപ്പായത്തിൽ പറ്റിയിട്ട്, വജാഉ അലാ ഖമീസി, അവന്റെ കുപ്പായവുമായി അവരാ വന്നത്, ബിദമിൻ കദിബ്, കള്ളച്ചോര പറ്റിയിട്ട്. തെളിവ്, കുപ്പായം തെളിവാ. അവരും ചെന്നായി തമ്മിൽ പിടികൂടിയിട്ട് കിട്ടിയ കുപ്പായ അത്. അങ്ങനെയാണ് വന്നത്. അതിനാ പിതാവിൻ്റെ മറുപടി എന്താ അറിയോ? നിങ്ങളിതൊക്കെ ചെയ്തില്ലേ എന്നല്ലേ പറയേണ്ടത്? നമ്മളൊക്കെ സാധാരണ ഈ വൈബിയായ കാര്യങ്ങൾ ഔലിയാക്കന്മാർക്കറിയാം, അല്ലെങ്കിൽ തങ്ങന്മാർക്കറിയാം, അല്ലെങ്കിൽ
നാട്ടിലെ ജ്യോത്സ്യന്മാർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് കണക്ക് നോക്കാനൊക്കെ നടക്കണമില്ലേ? നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ AC കമ്പാർട്ട്മെന്റിലാണ്. മുസ്ലിം സമൂഹത്തിലുള്ള 90-80% ആളുകളും AC-യിലല്ല. ഈ സലഫി പ്രസ്ഥാനവുമായും ഈ ഇത്തരം പള്ളികളിൽ ജുമാഅത്ത് പങ്കെടുക്കാനൊക്കെ ഭാഗ്യം ലഭിച്ച നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. അല്ലാത്ത ആളുകൾ വളരെയധികം അപകടത്തിലാണ്. കാരണം അവർ പോയിക്കൊണ്ടിരിക്കുന്നത്, അവരൊരു പീടിക തുടങ്ങാൻ പോവുകയാണ്. ഈ കച്ചവടം വികസിക്കോ വിജയിക്കോ എന്നറിയാൻ അവിടെ പോവും. അത് അദൃശ്യല്ലേ? അതെങ്ങനെ ആളുകൾക്കറിയാൻ കഴിയോ? ഇല്ല. പ്രവാചകന്മാർക്കറിയില്ല എന്ന് പഠിക്കാനാണ് ഖുർആൻ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മക്കൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞെന്താ അറിയോ? ഏതൊരു പിതാവാണെങ്കിലും ആ സമയത്ത് എന്താ പറയാ? അനുജനെ കൊണ്ടുപോയിട്ട് പൊട്ടൻ കിണറ്റിലിട്ടിട്ട് തിരിച്ചു വന്നിട്ട് കുപ്പായത്തിൽ രക്തവുമായി വന്നപ്പോൾ ആ ഉപ്പ പറഞ്ഞ മറുപടി, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ വിവരിച്ച ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ അള്ളാഹു മാത്രമാണ്. ഉണ്ടോ? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അള്ളാഹുവിൻ്റെ പ്രവാചകനായ ആ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തില്ല? അദൃശ്യമായി തൻ്റെ മക്കൾ ചെയ്ത പ്രവൃത്തി അറിയാൻ കഴിഞ്ഞില്ല. 2, അദ്ദേഹം ദുഃഖിച്ച്, അങ്ങേറ്റം ദുഃഖിച്ച്. ഖുർആൻ തന്നെ പറയാണ്, വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്ൻ. തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം പേറി ആ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുഃഖത്താൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കൃഷ്ണമണി വെളുത്തുപോയി. ഖുർആൻ പറയാം, വബിയല്ലത്ത് ഐനാഹു, 2 കണ്ണിൻ്റെയും കൃഷ്ണമണി വെളുത്തുപോയി. കറുത്ത കൃഷ്ണമണിയെ കരഞ്ഞ് കണ്ണീർ പൊഴിച്ച് ബ്ലഡ് വൈറ്റ് നിറയിപ്പോയി. അതാ ഖുർആൻ പറയുന്നത്. ഒബിയല്ലത്തൈനാവു. നിങ്ങൾ അറിയേണ്ടത് എന്തെല്ലാം കാര്യം അറിയണം. ആ പുന്നാര മകനെ കിണറ്റിലിട്ടത് അറിഞ്ഞില്ല. പിന്നെയോ ആടിൻ്റെ വസ്ത്രം ബ്ലഡ് കുപ്പായത്തിൽ പറ്റി വന്നപ്പോൾ ഇത് ആടിൻ്റെ രക്തമാണ്, എൻ്റെ മോൻ്റെ രക്തമല്ല എന്ന് പറയാൻ ഒദൃശ്യജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് യാക്കൂബ് നബിക്ക് കഴിഞ്ഞില്ല. ഈ മക്കൾ എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള അടിമച്ചന്തയിൽ കച്ചവടക്കാരായ ആളുകൾ യൂസുഫ് നബിയെ കൊണ്ടുവന്ന് വിറ്റു. തൊട്ടടുത്തുള്ള കൻആനിലാണ് യാക്കൂബ് നബി താമസിക്കുന്നത്. കച്ചവടം നടക്കുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തും കൻആനും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറിയ വ്യത്യാസമാണ്. പക്ഷേ ഇന്നത്തെ കാലമല്ലല്ലോ. അപ്പം വയർലെസ് സന്ദേശങ്ങളൊന്നും കൊടുത്തിട്ട് അറിയിക്കാൻ കഴിയില്ല. ചന്തയിൽ കൊടുന്ന് സ്വന്തം മകനെ കച്ചവടക്കാർ വിറ്റിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനായ യാക്കൂബ് നബിക്ക് അറിയാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? പിന്നെയോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കൃഷ്ണമണി വെളുക്കുമ്പോൾ മറുഭാഗത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാരാഗ്രഹത്തിൽ സങ്കടവും പേറി കഴിയുകയാണ്. അത് മറ്റൊരു പ്രവാചകൻ. യൂസുഫ് നബി അള്ളാഹുവിൻ്റെ മറ്റൊരു പ്രവാചകനാണ്. ജീവിതം ആരംഭിച്ച് നോക്കൂ നിങ്ങൾ. എന്തെല്ലാം പ്രയാസങ്ങൾ. സ്വന്തം പിതാവിൻ്റെ കൂടെ ആ കുടിലിൽ കഴിയേണ്ട ആ മകൻ എത്രത്ര പ്രയാസങ്ങളാണ്. പൊട്ടൻ കിണറ്റിൽ വലിച്ചെറിയപ്പെട്ടു. അതിനകത്തുള്ള കൂരിട്ടിൽ കഴിയേണ്ടി വന്നു രാവുകൾ. കച്ചവടക്കാർ വന്ന് വെള്ളത്തിന് വേണ്ടി ബക്കറ്റ് ഇട്ടപ്പോഴാണ് അവർക്ക് യൂസുഫ് നബിനെ കിട്ടുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഫസറൂഹു ബിലാത്തൻ. അവരൊരു കച്ചവടച്ചരക്കാക്കി എടുത്തു വെച്ചു. കൊണ്ടുപോയി ഈജിപ്തിൽ സൂഖുർ റഖീഖ് ഉണ്ട്, മനുഷ്യന്മാരെ വിൽക്കുന്ന മാർക്കറ്റ്, അടിമ മാർക്കറ്റ്, സൂഖുർ റഖീഖ്, അവിടെ കൊണ്ടുപോയി വിറ്റു. ഇതൊന്നും ആരറിയുന്നില്ല? അള്ളാഹുവിൻ്റെ പ്രവാചകൻ അറിയുന്നില്ല. യാക്കൂബിന് ഇനി ലോകത്ത് അതിനേക്കാൾ വലിയ അദൃശ്യജ്ഞാനം അറിയേണ്ടവരിൽ ഏറ്റവും വിശിഷ്ടം, ലോകത്തെ ഏറ്റവും വലിയ ഉത്കൃഷ്ട വ്യക്തിത്വം ആരാന്ന് ചോദിച്ചാൽ എല്ലാ ഔലിയാക്കന്മാരുടെയും കുത്തുബായി വന്ന, എല്ലാ പ്രവാചകന്മാരുടെയും സയ്യിദായി വന്ന ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നജിദിൽ നിന്ന് ഒരു സംഘം ആളുകൾ വന്നു. എന്തിനാ വന്നു അറിയോ? നബിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളെ നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കാൻ പ്രാപ്തരായ അറിവുള്ള സഹാബത്തിനെന്ന് ഞങ്ങൾക്ക് അയച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനേക്കാൾ വലിയൊരു സന്തോഷം ഉണ്ടാവുക. കാരണം നബി എങ്ങനെയെങ്കിലും ഖുർആൻ പ്രബോധനം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ വന്നിട്ട് പറയുന്നു, നജിദിലേക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആളെ അയച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ വളർത്തിയെടുത്ത ഉമ്മത്തിലെ ഏറ്റവും സുപ്രധാനികളായ 70 ഖുർആകളെ, 70 ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരായ സഹാബത്തിനെ നജിദുകാരുടെ കൂടെ അയച്ചു കൊടുത്തു. അവരെന്ത് ചെയ്തു? അവർ ബിർ മഊന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് 70 ആളെയും അറുത്ത് തള്ളി, കൊന്നു തള്ളി. 70 ആളുകളെ, ഒരാളെയും 2 ആളെയല്ല,
കാരണം ഈ തൗഹീദ് ഇവിടെ വിജയിക്കരുത്. ഈ അന്ധവിശ്വാസങ്ങളും ലോകത്ത് കാണുന്ന എല്ലാ അപകടങ്ങളുമാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. ഇസ്ലാം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ഒരുപാട് പുരോഹിതന്മാരുടെ ഭക്ഷണം നിന്നുപോകും. കാരണം കുറേ ആൾക്കാർ തങ്ങന്മാരാണ്, ഔലിയാക്കന്മാരാണ്, കണക്ക് നോക്കുകയാണ്. ഇസ്ലാമിലെ വിധി എന്താ? ഒരാൾ കണക്ക് നോക്കാൻ പോയാൽ മൻ അത്ത അറാഫൻ ഔ കാഹിനൻ, ഒരു ജ്യോത്സ്യന്റെ അടുത്തോ ഒരു തങ്ങളെടുത്തോ പോയി ഒരാൾ മറഞ്ഞ കാര്യം വൈബിയായ ഒരു വിഷയം ചോദിക്കാൻ ചെന്നാൽ, എൻ്റെ പീഡിയ നന്നാവോ, എൻ്റെ മക്കളെ കല്യാണം എപ്പോൾ നടക്കും, എൻ്റെ മോൻ ഗൾഫിൽ പോയാൽ കച്ചവടം ചെയ്താൽ വിജയിക്കോ എന്നീ കാര്യങ്ങൾ അറിയാൻ ഒരു ജ്യോത്സ്യന്റെ അടുത്തോ ഒരു തങ്ങളെടുത്തോ പോയാൽ അതിന്റെ വിധി എന്താ അറിയോ? ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഖുർആന്റെ കാഫറാണ്. അതെന്താ ഖുർആന്റെ കാഫറാണ്? ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞോ 70 തന്റെ കൂട്ടുകാരെ അയച്ചു കൊടുത്തപ്പോൾ പോട്ടെ, ഈ പോകുന്ന സഹാബത്താരാ ഇവരെ കൂടെ പോണേ? ഔലിയാക്കന്മാരല്ലേ? നബിയുടെ സഹാബത്ത് പറഞ്ഞാരാ? റളിയല്ലാഹു അൻഹും വറളു, അള്ളാഹു തൃപ്തിപ്പെട്ടവരല്ലേ? അത്തരം ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞോ ഞങ്ങളെ കൊല്ലോനാ കൊണ്ടുവന്നത്? അദൃശ്യജ്ഞാനം അള്ളാഹു അല്ലാത്ത ഒരാൾക്കുമില്ല. ഇനി നിങ്ങൾ ഇങ്ങോട്ട് താഴേക്കടയിലേക്ക് എത്തുമ്പോൾ, പ്രവാചകന്മാരെ വിട്ട് ഔലിയാക്കന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ, ഏറ്റവും വലിയ ഔലിയയിൽപ്പെട്ട ഒരു ഔലിയാണ് ഇമാം അല്ലാമ ഹസനുൽ ബസരി റഹിമഹുല്ല. അല്ലാമ ഹസനുൽ ബസരി റഹിമഹുല്ല തഖ്വയുടെ ഒരു നിദർശനമായിരുന്നു. അദ്ദേഹം വിവാഹം കഴിക്കാൻ വളരെ താമസിച്ചു പോയ വ്യക്തിയാണ്. അങ്ങനെ താമസിച്ചു പോയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അല്ലേ? ഇപ്പോൾ ഇമാം നവവി 45 വയസ്സ് വരെ കല്യാണം കഴിച്ചില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഗ്രന്ഥരചനയിൽ മുഴുകിയതിനാൽ, ഗ്രന്ഥം എഴുതുന്നതിൽ മുഴുകിയതിനാൽ എന്ത് ചെയ്താൽ കഴിഞ്ഞില്ല? വിവാഹം കഴിക്കാൻ മറന്നുപോയി. നമ്മളോ കല്യാണം ആലോചിച്ചിട്ട് ഒരു വരി എഴുതിയിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്. അതിൽ പ്രഥമഗണ്യനായ പണ്ഡിതനാണ് ഇമാം ഹസൻ ബസരി റഹിമഹുല്ല. അദ്ദേഹം വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിക്കാൻ ചെന്നു. റാബിയത്തുൽ ഔദിയാണ് അവരുടെ പേര്. റാബിയത്തുൽ ഔദിയുടെ ഭർത്താവ് മരിച്ചു പോയതായിരുന്നു. അപ്പം ഹസൻ ബസരി വിവാഹം കഴിക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ റാബിയത്തുൽ ഔദി അവർ ഹസൻ ബസരി റഹിമഹുല്ലയോട് ചോദിച്ചു, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് നിങ്ങൾ കൃത്യമായി ഉത്തരം തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാം, നിക്കാഹ് ചെയ്യാൻ സമ്മതിക്കാം. അന്നത്തെ കാലം അങ്ങനെയാണല്ലോ. അന്നത്തെ കാലം ഇസ്ലാമിൻ്റെ കാലഘട്ടം ഒരു പെണ്ണ് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഇപ്പം ഏകദേശം അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ആൺകുട്ടികൾക്ക് അങ്ങനെ പെണ്ണിട്ടില്ല. കാരണം ഒറ്റ ആൺകുട്ടികളും വിശ്വസിക്കാൻ വയ്യ, ഒറ്റ പെൺകുട്ടികളും വിശ്വസിക്കാൻ വയ്യ. എന്നാൽ ഈ വിശ്വസിക്കാൻ പറ്റാത്ത ഇവന് കിട്ടേണ്ടത് ഖുർആന്റെ നടുക്കണ്ടം പോലത്തെ പെണ്ണ് ദുനിയാവൊന്നും കിട്ടുമോ? ഇല്ല. കാരണം അങ്ങനത്തെ പെൺകുട്ടികൾ ഇപ്പോൾ ഇല്ല. ഉണ്ടോ? ഇന്ത്യങ്ങളിൽ മക്കൾ കാനിത്തത്താണോ, ഹാഫിദത്താണോ, ആബിദത്താണോ, മൂസിനത്താണോ? അല്ല, ഒന്നുമല്ല. നമ്മളെ വീട്ടിൽ വളരുന്നു, ഓരോ ഇഷ്ടത്തിന് അവർ വളരുന്നു. അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സംസ്കാരം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിത രീതി അല്ലേ. പിന്നെ കല്യാണം കഴിക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആരും തൊടാത്ത, ആരും നോക്കാത്ത ഹൂർലിംഗായ ഒരു പെണ്ണായിരിക്കണം. ദുനിയാവൊന്നും കിട്ടുമോ? കിട്ടൂല. കാരണം അത്രയും അപകടത്തിലാണ്. എന്നാൽ റാബിയത്തുൽ ഔദിയ എന്ന് പറയുന്ന മഹദി അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഒരു തോഴിയാണ്, അടിമ സ്ത്രീയാണ്. അപ്പം അവർ അടിമ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര എന്നുള്ള അർത്ഥമല്ല, അള്ളാഹുവിൻ്റെ ദാസൻ. അപ്പം അവർ ചോദിച്ചു, ഞാൻ മരിക്കുമ്പോൾ, ഒരു ചോദ്യം അതായിരുന്നു, ഞാൻ മരിക്കുമ്പോൾ മൂമിനത്തായിട്ട് മരിക്കേണ്ടി വരുമോ കാഫറത്തായിട്ട് മരിക്കേണ്ടി വരുമെന്നാണ് ആരോട് ചോദിക്കുന്നത്? അല്ലാമ ഹസൻ ബസരി റഹിമഹുല്ലയോട്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, വല്ലാഹി ഇന്നഹു ലഗൈബ്, അള്ളാഹുവാണ് സത്യം, അത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഗൈബാണ്, അതെനിക്കറിയില്ല, അദൃശ്യമാണ്. നിങ്ങൾ ഹസൻ ബസരി റഹിമഹുല്ലയുടെ പാണ്ഡിത്യം അറിയണമെങ്കിൽ ലോകത്തിലുള്ള ഏത് ഗ്രന്ഥാലയത്തിൽ വേണമെങ്കിൽ പോയി നോക്കാം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഈ പള്ളിയിൽ നമ്മൾ അട്ടിവെച്ചാൽ ബാക്കി കിതാബ് പുറത്തു വെക്കേണ്ടി വരും. അത്രയും വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്, ഞാൻ മൂമിനായിട്ടാണോ മരിക്കുക കാഫറായിട്ടാണോ മരിക്കുക എന്നാണ് അവരുടെ ചോദ്യം. മൂമിനത്താണോ കാഫറത്താണോ? അപ്പം അതുപോലെ രണ്ടാമത്തെ ചോദ്യം, അതിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ, ഗൈബ എന്ന് പറഞ്ഞു. രണ്ടാമത് അവർ ചോദിച്ചു, എൻ്റെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ഖബറിൽ മലക്കുകൾ ചോദ്യത്തിന് വരുമ്പോൾ
ഉത്തരം പറയാൻ എനിക്ക് കഴിയൂലേ? അതിൻ്റെ മറുപടിയും അവർ പറഞ്ഞു, ഹസൻ ബസീർ റഹ്മുല്ല പറഞ്ഞു, വല്ലാഹി മാ അദ്രീഹി ഇന്നഹു ലഗൈബ്, അതൊന്നും എനിക്കറിയില്ല, പടച്ചോനാണ് സത്യം, എനിക്കറിയില്ല, അതും ഗൈബാണ്. അടുത്ത ചോദ്യം, നാളെ പരലോകത്ത് എന്നെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എൻ്റെ ഭൂമിയിലെ കർമ്മരേഖ എൻ്റെ വലത് കൈയിൽ ലഭിക്കുമോ അതോ ഇടത് കൈയിൽ ലഭിക്കുമോ? അതായിരുന്നു ചോദ്യം. അതിൻ്റെ മറുപടിയും അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ അദ്രീ ഇന്നഹു ലഗൈബ്, അള്ളാഹുവാണ് സത്യം, എനിക്കറിയില്ല, അതൊക്കെ ഗൈബാണ്. ഇത് പറയുമോ അല്ലേന്ന് അറിയാനാണ്. കാരണം വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെപ്പിടി വർത്താനം പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. അവിടെയാണ് അവരുടെ വിവാഹം നടക്കുന്നത്. ഒരു ഗൈബുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് റാബിയത്തുൽ ഔദിയെ ഹസൻ ബസരി റഹ്മുല്ല വിവാഹം കഴിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുന്ന സാധാരണ ബീവിയല്ലതൊന്നും, നാട്ടിലൊരു പർദ്ദയും ഇട്ടിട്ട് നടക്കുന്ന ബീവികളല്ല. ഇനി പെണ്ണുങ്ങളെ ഭാഗം, നമ്മളെ നാട്ടിൽ ഔലിയാക്കന്മാർ മാത്രമല്ല, ഔലിച്ചികളുണ്ടല്ലോ അല്ലേ, അദൃശ്യം അറിയുന്ന. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോളം കറാമത്തുള്ള അള്ളാഹിൻ്റെ കഴിവ് ഇവർ ചോദിക്കുന്നതാ. അള്ളാഹുവാണ് എല്ലാ കഴിവുമുള്ളവൻ, അള്ളാഹ് കൊടുത്തൂടെ കഴിവ് എന്നാണ് ചോദ്യം. അള്ളാഹ് കൊടുക്കണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാണ് നമ്മളോട്? അള്ളാഹ് നമ്മളോട് വെച്ചിട്ട് കഴിവ് കൊടുക്കൽ? അപ്പം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവരാരാ? സ്വർഗത്തിൻ്റെ അവകാശിയാണ്. ഭൂമിയിൽ നിന്ന് ഇവിടെ നടക്കുന്ന ബീവികൾക്കൊക്കെ സ്വർഗാണോ നരകാണോ അറിയോ? ഇന്നഹു ലഗൈബ് അറിയില്ല. പക്ഷേ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയ, നിങ്ങൾ ഓതുന്ന സൂറത്ത് നൂറിലെ ഒരു വചനം, ഇന്നല്ലദീന യാഊക ബിൽഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആയിഷ ബീവിയെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു വ്യഭിചാരാരോപണം നാട്ടിൽ പരത്തുകയുണ്ടായി. അതിൻ്റെ സത്യാവസ്ഥ അറിയാത്ത മുഹമ്മദ് നബി, ഗൈബിയാണുള്ള വിഷയം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ കഴിഞ്ഞില്ല തൻ്റെ ഭാര്യ കുറ്റക്കാരിയല്ല എന്ന്. ആയിഷ ബീവിയെ സംബന്ധിച്ച് ഈ അപരാധം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടക്കുന്ന ആയിഷ ബീവിയോട് ഏറ്റവും കൂടുതൽ ഭാര്യയെ സ്നേഹിച്ച ഭർത്താവാണ്. ലോകത്തൊരു ഭാര്യയെ സ്നേഹിച്ചതിന് മാതൃക പറയാൻ കഴിയുമെങ്കിൽ അത് റസൂലുള്ളാഹി. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, പലപ്പോഴും അവർ തമ്മിൽ ആയിഷ ബീവി കുടിച്ച ബാക്കി വെള്ളം നബി കുടിക്കും, ആയിഷ ബീവി തിന്നതിൻ്റെ ബാക്കി ഭക്ഷണം നബി തിന്നു. ഒരു കഷ്ണം മാംസം റസൂലുള്ള കടിച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗം റസൂലുള്ള കടിക്കും. അത്രമാത്രം ഭാര്യയെ സ്നേഹിച്ച ആളാണ്. അപ്പോൾ ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾക്ക് ഈ സ്നേഹം എന്നോട് പരലോകത്ത് നിന്ന് കാണിക്കാൻ പറ്റുമെന്ന്. ഇപ്പം കാണിക്കുന്നത് സാധ്യല്ല. അങ്ങനെ ഒരു സൗകര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല. കണ്ടോ, നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്താ? ആരെപ്പറ്റിയാ പറയുന്നത്? ആയിഷ ബീവിയെ സംബന്ധിച്ച്. ആയിഷ ബീവിൻ്റെ ഈ വ്യഭിചാരാരോപണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ മസ്ലക്ക് യുദ്ധത്തിന് പോകുമ്പോൾ ആയിഷ ബീവിയെ കൊണ്ടുപോയി. നിങ്ങൾക്കറിയാം കഥകളൊക്കെ അല്ലേ? എൻ്റെ വിഷയം അവിടെ അല്ല, എൻ്റെ വിഷയം ഒഴിവുമായി ബന്ധപ്പെട്ട മാത്രം ഭാഗം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ആ സമയത്ത് വളരെ ഇരുട്ടിയ സമയത്ത് യാത്ര തിരിച്ചു മടങ്ങുമ്പോൾ എല്ലാവർക്കും ദിനചര്യ നിർവഹിക്കാൻ വേണ്ടി യാത്ര ചെയ്ത റാഹില, ആ വാഹന സംഘം, ആ കാഫില ഒരു സ്ഥലത്ത് നിർത്തി. ആയിഷ ബീവിനെ ഒരു പെട്ടിക്കകത്താണ് അവരിയ്ക്കുന്നത്, ദോലി അറിയും, അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറക്കി വെച്ചു, താഴത്തിറക്കി വെച്ചു. ആയിഷ ബീവി ദിനചര്യക്ക് പോയി. ദിനചര്യ കഴിഞ്ഞ് വരുമ്പോൾ അവർ ധരിച്ചിരുന്നൊരു മാല ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. ആരെ മാല? ബീവിൻ്റെ മാല. ഏത് ബീവി? സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ബീവി. മാല കാണുന്നില്ല. ആയിഷ ബീവി എന്താ ചെയ്തത്? കാര്യകാരണ ബന്ധസഹിതം തിരയാൻ പോയി അല്ലേ? ആരാ കൂടുള്ളത്? അഷ്റഫുൽ ഖൽക്ക്. പറഞ്ഞാൽ പോരെ? റസൂൽ അങ്ങനെ കൈയൊന്ന് നീട്ടിയാൽ പോരെ? ഇങ്ങോട്ടേക്ക് വരില്ലേ? അള്ളാഹ് കൈ കൊടുത്താൽ കിട്ടൂലേ? ഇതാണുള്ള ചോദ്യങ്ങൾ. അപ്പം അവർ തെരഞ്ഞു നടന്നു. കുറച്ച് സമയം വൈകിപ്പോയി. റസൂലുള്ളാഹിയും സഹാബത്തും വന്നപ്പോൾ ആയിഷ ബീവിൻ്റെ പെട്ടിയിൽ ആയിഷ ബീവി ഉണ്ട് എന്നുള്ള നിലക്ക് റസൂലും സഹാബത്തും കൂടി ഒട്ടകത്തിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു. ഈ പെട്ടിക്കകത്ത് ഇല്ല, ആയിഷ ബീവി ഇല്ല. ആർക്കറിയില്ല? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന് അള്ളാഹു തൃപ്തിപ്പെട്ട സഹാബ കിറാമുകളുടെയും കൈകൊണ്ട് പിടിച്ച് മുകളിൽ കയറ്റി വെച്ച പെട്ടിക്കകത്ത് ആരില്ല? ആയിഷ ബീവി ഇല്ല. അതറിയാനാണ് ആ കഥ നമ്മൾ പഠിക്കുന്നത്.
ആയിഷാ ബീവി അറിഞ്ഞില്ല റസൂലുള്ളാഹിയും സഹാബത്തും ഇവിടുന്ന് പോയത്. എന്തെല്ലാം ഒരു ചരിത്രം, ഒരു ഖുർആന്റെ ഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ, നമ്മളുടെ ഈമാൻ തകർന്നു പോകാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് ഒരുപാട് നമ്മോട് സംസാരിച്ചു. പക്ഷേ കേൾക്കാൻ ആളില്ല, പഠിക്കാൻ ആളില്ല. എല്ലാവരും ചോദിക്കുകയാണ്, അള്ളാഹ് കഴിവ് കൊടുത്താൽ ഉണ്ടാവില്ലേ? അതാ ചോദ്യം. ഞാനൊരു സംഭവം കൂടി അതിന് വേണ്ടിയിട്ട് പറയാം, കഴിവ് കൊടുക്കുകയോ കൊടുക്കൂലേ എന്ന്. നമുക്കറിയാം, ഒരു വലിയ വിഷയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ വിഷയം, ചെറിയ വിഷയമല്ല. 3 പേർ ഒരു ഗുഹക്കകത്ത് കുടുങ്ങിയ സംഭവം നമുക്കറിയാം അല്ലേ? അവർ ഗുഹയിൽ വന്ന് അഭയം പ്രാപിച്ചു. രാത്രി പാതിരാവിൽ ഒരു വലിയ പാറക്കല്ലുരുണ്ട് വന്ന് അവർ കയറിയ ഗുഹയുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. അവർ രാവിലെ 3 പേരും ഈ പാറക്കല്ല് തള്ളി. അത് അവർക്ക് അല്ല കൊടുത്ത കഴിവാണ്, അമ്മയൊക്കെ തന്ന അല്ലേ? അത് അവർക്ക് കൊടുത്ത കഴിവാണ് തള്ളല്. പക്ഷെ തള്ളിയിരുന്നോ? ഇല്ല. അവസാനം എന്ത് ചെയ്തു? അവസാനം അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു. അവർ ജീവിതത്തിൽ ചെയ്ത, ഓരോരുത്തരും ചെയ്ത സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ആ കല്ല് നീങ്ങി. അതെന്താണ്? അത് കറാമത്താണ്. എന്നാൽ ഈ കറാമത്ത് കിട്ടിയ ഈ 3 ആളുകൾ പിറ്റേ നേരം വെളുത്തിട്ട് ആരെങ്കിലും ഗുഹയിൽ കുടുങ്ങുന്നവരുണ്ടെങ്കിൽ വരുവിൻ, സന്ദർശിക്കുവിൻ. കറാമത്ത് തൂക്കി വെക്കുന്നു. നടക്കൂല. നിങ്ങളിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രപ്പകൾ ഓതിയില്ലേ? അവർ 300 വർഷം അള്ളാഹു ഗുഹയിൽ കെടുത്തി ഇറക്കിയിട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണവർ. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹിന്റെ ഔലിയാക്കന്മാരാണ്. 300 വർഷം അള്ളാഹു ഗുഹയിൽ കെടുത്തി ഉറക്കിയിട്ട് അവർ ഉണർന്നപ്പോൾ അവർ ചോദിച്ചു, കം ലബിസ്ന, നമ്മൾ എത്ര കാലം ഇവിടെ കഴിച്ചു കൂട്ടി ഗുഹയിൽ? ലബിസ്ന യൗമന്നൗ ബഅദയൗം, ഒരു ദിവസം അല്ലെ ഒരു ദിവസത്തിന്റെ അല്പഭാഗം, അറിയില്ല. അതാണ് അള്ളാഹിന്റെ ഔലിയ. ഇവിടെ നാട്ടിൽ നടക്കുന്ന ഔലിയാക്കന്മാർ മുഴുവനും ഖുർആനിൽ നിന്ന് നമ്മൾ അകറ്റിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈമാൻ വികസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ദുർവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കും. ഏത് ദുർവൃത്തിയും, എങ്ങനെയും സംസാരിക്കും, എങ്ങനെ ഇടപെടും, എങ്ങനെയും പൈസ ഉണ്ടാക്കണം. കാരണം നമുക്ക് അള്ളാഹിനെ പേടിയില്ല. അള്ളാഹിന്റെ കഴിവുകളെ കുറിച്ച് അറിയണ്ടേ? അല്ലാഹു ലാ യുൽഹിറുൽ ഗൈബ് ഇല്ലാ ലിമൻ ഇർതളാ മിൻ റസൂൽ. അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവാചകന്മാർക്കല്ലാതെ, അതും വഹീന്റെ മുഖേന അറിയുള്ളൂ, അല്ലാണ്ട് വഹി ആർക്കില്ല? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായി ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് ജീവിതത്തിൽ പകർത്തുക. ഖുർആൻ ചരിത്രം വെറുതെ വായിക്കാനുള്ളതല്ല. യൂസുഫ് നബിയുടെ കഥ, നമുക്കൊരു യൂസുഫ് കിസ്സ, സാധാരണ കഥാപ്രാസംഗന്മാർക്കൊക്കെ ഒരു കഥാപ്രസംഗം നടത്തി മുക്കാലുണ്ടാക്കാനുള്ള സംഭവമല്ല അത്. പക്ഷെ മുസ്ലിം സമൂഹത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ യൂസുഫ് നബിയെ കഥാപ്രാസംഗന്മാർക്ക് മുക്കാലാക്കാനുള്ള ഒരു കഥയായിരുന്നു. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അള്ളാഹുവിൻ്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ജീവിതത്തിലെ സംഭവബഹുലമായ ചരിത്രങ്ങൾ അയവിറക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാൻ കൂടുതൽ വർദ്ധിപ്പിച്ചെടുത്ത് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും വ്യക്തിക്കും ഒരു പ്രാധാന്യവുമില്ലാതെ, ഒരു തങ്ങളുമില്ല. ഇപ്പം നിങ്ങൾ നോക്കി, കൊറോണ വന്നപ്പോൾ എവിടെ അമ്മ, എവിടെ പോയി രവിശങ്കർ, എവിടെ പോയി തങ്ങന്മാർ, എവിടെ പോയി ബീവിമാർ? ഒറ്റൊന്നിൻ്റെയും നേല് പോലും ഇല്ല ഇപ്പം. ഉണ്ടോ? ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ വരും. അള്ളാഹു സമാശ്വാസം ഇറക്കുമ്പോൾ അപ്പം വരും. അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്, പിന്നെ പറഞ്ഞതാണ് എന്നല്ലേ. ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി, ഉരുൾപൊട്ടി. എവിടെയാണ് മയ്യത്ത്? തെരഞ്ഞെടുക്കുക. ഒറ്റ ആൾക്ക് കണക്ക് നോക്കിയാൽ പറഞ്ഞാൽ പോരെ. 3 മയ്യത്ത് ഇവിടെ, 6 അവിടെ, 10 ഇവിടെ, അവിടെ മാന്തിയ വേഗം കിട്ടിയില്ലേ? ഇതൊക്കെ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ ചിന്തിക്കുകയോ അവർ ഈമാൻ ഉൾക്കൊള്ളുകയോ ചെയ്യില്ല. എന്ന് മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ ഉടനെ അതിന് മറുപടി, അള്ളാഹ്ക്ക് എന്താ കുതിരത്ത് കൊടുത്തൂടെ? കൊടുക്കേണ്ട ആരാ? വഹാബി നീ ആരാണ്? നമ്മളല്ല, അള്ളാഹാണ് പറയുന്നത്. ഇങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് ഖുർആനിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവുകൾ മറ്റാർക്കും വീതിച്ചു കൊടുക്കാതെ യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ചു ഭരിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്നും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹുവിൻ്റെ പരീക്ഷണം അള്ളാഹു എത്രയും പെട്ടെന്ന് ലോകത്ത് നിന്ന് നീക്കി നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസത്തോടുകൂടി, അതീവ ശക്തിയോടുകൂടി ഈ വൈറസ് ജനിതക മാറ്റത്തോടുകൂടി വരുമ്പോൾ അള്ളാഹു തന്നെ ഇടപെട്ട് ആ ജനിതക മാറ്റം
രാജ്യത്ത് നിന്ന് നീക്കി തന്നുകൊണ്ട് സത്യവിശ്വാസികളായി ഈമാൻ ഉൾക്കൊണ്ട ജനങ്ങളെ കണ്ടുകൊണ്ട് അള്ളാഹു ഈ അപകടത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അദൃശ്യമായ ജ്ഞാനം ലോകത്തുള്ള ആർക്കും നൽകിയിട്ടില്ല. ഞാൻ കച്ചവടം തുടങ്ങുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു ബർക്കത്ത് തരും. ഖൈറും ഷർറും ആരാ തരേണ്ടത്? ഒരു കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു തങ്ങളി ഒരു ഔലിയനും ബീവിനെയും കൊണ്ടില്ല. നിങ്ങളെക്കാൾ നിങ്ങളുടെ കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ പ്രാപ്തരായ ദുനിയാവിൽ ഒരു കുട്ടിയുമില്ല കേട്ടോ. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ഖൈറിനെ ചോദിച്ച് സലാത്തുൽ ഇസ്തിഖാറ നിർവഹിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഏത് വിഷയവും സാധാരണ ആളുകൾ വീടുണ്ടാക്കാൻ സ്ഥലം വാങ്ങുമ്പോൾ വാങ്ങിയ വീടുണ്ടാക്കാൻ പറ്റുമോ? ചില ആളുകൾ ജ്യോത്സ്യന്മാരത്ത് പോയാൽ ഒരു മൊട്ടനുറുപ്യ നെല്ലുള്ള പാത്രത്തിലേക്കിടും. അപ്പം വന്നവനോട് ആയെന്ന് ചോദിക്കും, എവിടെയാണ്? ഗൾഫിൽ. ഇത്രമല്ല എന്താ ജോലി? ഇന്നതാണ്. അപ്പം ഈ മൊട്ടനുറുപ്യ എങ്ങനെ ഇടുക വെച്ചാൽ നീളത്തിലിടും. നീളത്തിലിട്ടാൽ ഈ മൊട്ടനുറുപ്യ നെല്ലിൻ്റെ അടിയിലേക്ക് പോകും. അപ്പം പണി കഴിയും. പണി തുടങ്ങാൻ പണി കഴിയും. നേരെ മറിച്ച് മുക്കാലില്ലാത്തവനാണ് വന്ന് നിൽക്കുക, എന്നാൽ പരത്തിയാടുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കും. അപ്പം എന്താ പറയുക അറിയോ? ഈ തറട്ടതേ ഉണ്ടാവുള്ളൂ, വേറെ മുകളിലേക്ക് കൊണ്ടൂലാന്ന്. അപ്പം അതങ്ങനെ തന്നെയല്ലേ ആവുള്ളൂ. ബന്ധത്ത് മുക്കാലില്ലല്ലോ. മുക്കാലില്ലാത്ത അപ്പം എന്താ പറയുക അറിയോ? എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പോരാവൂലാന്ന്, ഇതുവരെ ആയിട്ടുമില്ലാന്ന്. പോരാവണമെങ്കിൽ ചില കാര്യകാരണ ബന്ധങ്ങൾ നടക്കണ്ടേ? അപ്പം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അദൃശ്യജ്ഞാനമുണ്ടോ? ഇല്ല. നിങ്ങൾ സൂറത്തുൽ അറാഫിൽ നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം. 188-ാമത്തെ ആയത്ത്. ഈ ജുമാ കഴിഞ്ഞാലൊന്ന് നോക്കിക്കോളി. സൂറത്തുൽ അറാഫിൽ അള്ളാഹു റസൂൽ പറയാൻ, ഖുൽ ലാ അംലികു ലി നഫ്സി നഫ്അൻ വലാ ദർറ, എനിക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പറയൂ നബിയെ, ലാ അംലികു, ഞാൻ ഉടമപ്പെടുന്നില്ല, ലി നഫ്സി, എൻ്റെ നഫ്സിന്, നഫ്അൻ വലാ ദർറൻ, ഒരു ഉപകാരമോ ഉപദ്രവമോ ലോകത്തുണ്ടാകണ ഒന്നും ഞാൻ ഉടമപ്പെടുന്നത് ഇല്ലാ മാഷാ അല്ലാഹ്. അള്ളാഹു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഉദ്ദേശിച്ച നന്മകൾ ഉണ്ടാവും, അള്ളാഹു ഉദ്ദേശിച്ച തിന്മകൾ ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും നന്മ നമുക്ക് വരികയാണെങ്കിൽ അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. അത് മാറ്റാൻ ലോകത്താരെ കൊണ്ട് കഴിയില്ല. മറ്റോടത്ത് പോയി ഇവിടെ പോയി അവിടെ പോയി മുട്ടറത്ത് അല്ലേ? ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മുട്ടറക്കും. അങ്ങനെ മുട്ടറക്കൽ മുസ്ലിങ്ങളല്ലാത്തവര് നിങ്ങളില്ലേ തേങ്ങ എറിയുന്നത്? തേങ്ങ ഇങ്ങനെ വെള്ളം ഇതായിട്ട് ശ്വാസം കിട്ടാണ്ട് മുട്ടി നിൽക്കുകയല്ലോ, ഒരൊറ്റ ഏറാണ്. അതിൽ കുറേ കഷ്ണങ്ങളായിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചാൽ മുട്ടറുത്ത്, എല്ലാ മുട്ടും അറുത്തു. കുടുങ്ങിക്കയറുന്ന എല്ലാ മുട്ടുകളും അറുത്തു എന്നതിൻ്റെ അർത്ഥം. അല്ലേ? നമ്മളതിൽ മുട്ടറക്കൽ വേറുണ്ട്. എല്ലാ കൗമിൻ്റെ ഇടയിലുണ്ട്, എല്ലാ ഷിർക്കും. എന്നിട്ട് എന്താ പറയാ? അതൊക്കെ വേണം. അതൊക്കെ നമ്മളൊരു സാർവലൗകികമായ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എത്ര ആളുകൾ ഡിസംബർ 5 സ്റ്റാർ നോക്കിയിട്ടുണ്ടാവുന്നറിയോ പറയൽ? നിങ്ങളല്ല, മാപ്പിളാരുണ്ടാവില്ലേ? എത്ര മാപ്പിളാർ? മുമ്പൊന്നും ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിൽ അപകടപ്പെട്ടില്ല. എന്താ കാരണം? മുക്കാൽ കൂടി ഗൾഫിൽ പോയി അള്ളാഹ് അനുഗ്രഹം തന്നു, അപ്പോഴോ നശിച്ചു. അല്ലേ? മുക്കാലില്ലാത്ത സമയത്ത് നമ്മൾ സ്റ്റാർ കാണാൻ പോവോ? മുക്കാലില്ലാത്ത സമയത്ത് ഇപ്പം നമ്മൾ ഡിസംബർ 5 കാർഡയക്കോ? ഇനിയിപ്പോൾ പുതുവർഷം വന്നാൽ കാർഡയക്കോ? അതിന് മുക്കാലില്ല. ഇവിടെ മധുരക്കേ ഞങ്ങൾ പൈസ ഇല്ലാത്തവർക്ക് ജീവിക്കുന്ന നമ്മൾ കാർഡയക്കാൻ നിൽക്കുമോ? ഇപ്പോൾ ഒരു കാർഡിന് എത്ര വില? എന്തു ചെയ്യും? കാരണം അത്രയും ജാട മാത്രം കുത്തി നിറച്ച ഒരു പാൻറ് കുപ്പായിട്ട സാധനം അതെ. അല്ലാണ്ട് ഇബ്ബൻ്റെ ശരീരത്തിൽ ഈമാനും ഇല്ല, തഖ്വയില്ല, ഒന്നുമില്ല. പിന്നെ ഓൻക്ക് എന്തുണ്ട്? അല്ലാണ്ട് റസൂൽ പറഞ്ഞില്ലേ, ലോകം അവസാനിക്കാനായാലും ഒരു സമൂഹം ഇവിടെ ഇറങ്ങും. അതാരാ അറിയോ? ലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മുഹു, ഖുർആൻ ഓതാൻ അറിയാന്നല്ലാണ്ട് ഖുർആൻ എന്താ പറഞ്ഞതെന്ന് അറിയാത്തൊരു കൗമ്. വലാ യബ്ഖാ മിനൽ ഇസ്ലാം ഇല്ല സ്മുഹു, പേര് മാത്രം മുസ്ലിമിൻ്റെ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ എത്ര ഉണ്ട്? നിങ്ങളൊന്ന് എണ്ണാൻ ഇറങ്ങണം. ഏതായിരുന്നാലും ശ്രദ്ധിക്കുക. അള്ളാഹിൻ്റെ പ്രവാചകൻ പറയാണ്, ഖുർആൻ പറയണേ,
സൂറത്തുൽ അഹ്റാഫിൽ റസൂലുള്ള പറയാണ്, നബിയെ പറയണ നിങ്ങൾ എന്ത്, ഒലൗ കുൻതു അയലമുൽ ഗൈബ, എനിക്ക് അദൃശ്യമായ ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ, ആർക്ക്? റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തുണ്ടാവും? ലസ്തക്സർതു മിനൽ ഖൈർ, ഒരുപാട് നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു, ഒരുപാട് നന്മകൾ. ഇപ്പൊ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടില്ലേ? ഗൈബിയായ അറിവ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുവോ? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ട് റസൂൽ പറയാം, ഒമാ മസ്സനിയ സൂ, അദൃശ്യജ്ഞാനം എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരാപത്തും ബാധിക്കില്ല. എൻ്റെ ഭാര്യ തെറ്റ് ചെയ്തവളാണെന്ന് മനസ്സിലാക്കി ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ പൊന്നാര ഭാര്യ, ഞാൻ ഏറ്റവും കൂടുതൽ കരളിൻ്റെ കരളായി ഞാൻ സ്നേഹിച്ച ആയിഷ റളിയല്ലാഹു എത്ര പ്രാവശ്യം റസൂലുള്ളാഹിക്ക് അറിയിപ്പിച്ചു അറിയോ ഈ വിഷയത്തിൽ? റസൂലുള്ളാഹി ആയിഷാബിയുടെ കട്ടിൽമേൽ ഇങ്ങനെ അത്തറ്റത്തുറ്റത്ത് ഇരുന്നു. എന്നിട്ട് ആയിഷാബിയോട് പറഞ്ഞു, ഈ ആരോപണം വന്നപ്പോഴേ, യാ ആയിഷ ഇസ്തഗ്ഫിരി ദംബക്കി, നീ ചെയ്ത തെറ്റിന് നീ അള്ളാഹിനോട് മാപ്പപേക്ഷിക്കണം. ഇന്നക്കി കുൻതി മിനൽ ഖാത്തിഈൻ, നീ തെറ്റിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറയാൻ നീ തെറ്റിയതെന്നു. കാരണം തെളിവുകളെല്ലാം ആയിഷാബിക്കെതിരാ. മാല വീണായ റസൂലിനോട് പറയട്ടെ, തരാൻ പോയാ വേണ്ടത്. പിന്നെ തിരിച്ചു വരുമ്പോൾ സഫ്വാൻ ഒരു മുഅത്തലിന്റെ വണ്ടിയിലല്ല വന്നത്. അപ്പൊ അവിടെയൊക്കെ റസൂലുള്ളാഹിനെ അറിയിച്ചാൽ പോരെ? പല ന്യായങ്ങളും വന്നു, ന്യായങ്ങളെല്ലാം ആയിഷാബിക്കെതിര് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിന്റെ അറ്റത്തുറ്റ ഇരിക്കുന്ന ആരാ? ഒന്ന് സ്വർഗം പോകാനുള്ള ഭാര്യ, ഒന്നോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. നമ്മളെന്താ വിചാരിച്ചത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാന നിങ്ങളുടെ കൽഭാഗം എന്നോവർ ഒക്കെ ഓവറാ. അതൊന്നും ഇസ്ലാമിലുള്ളതല്ല. ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ബുക്ക് സ്റ്റാളിലൊന്ന് കയറിയിട്ട് നോക്കേണ്ടി. 365 വക, 265 വക, 165 വക ഇത് ഈ മാലകൾ ഈ പറഞ്ഞ് എത്ര കോപ്പികളാണ് വെക്കുന്നത്? ലക്ഷക്കണക്കിന്. ഇപ്പം എന്താ പറഞ്ഞുകൊണ്ട് എടുക്കുന്നറിയോ? ഈ കൊറോണ വരാൻ കാരണം കുത്തുബിയത്ത് എല്ലായിട്ടാണ്. എന്താ പറയാ? നേരിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നടത്താത്തതിനാണ്. അല്ല എന്താ പറഞ്ഞത്? അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ അല്ല സൂക്ഷിക്കും അല്ലേ? ഓക്കെ. അപ്പം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താണ്? ലസ്തക്സർതു മിനൽ ഖൈർ, ഗൈബിയായ അറിവ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നന്മ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയ സൂ, തിന്മകളൊന്നും എനിക്ക് ബാധിക്കുകയില്ല. എന്നിട്ട് റസൂൽ പറയാ, ഇന്നന ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതക്ക് ഇത്തരം തിന്മകളിൽ വിശ്വസിച്ചാൽ നരകമുണ്ട് എന്ന് താക്കീത് നൽകാൻ, ഇത് ഈ വിശ്വാസം അകന്നു നിന്നാൽ സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. ആ സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങൾ അറിയിച്ചുള്ളത്. ജീവിതത്തിൽ എന്തെല്ലാം കെടുകാര്യസ്ഥതകൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും, ഒരു സന്ദർഭത്തിൽ പോലും നിങ്ങൾക്ക് തോന്നരുത് ഇത് ഇന്നോടത്ത് പോയൊന്ന് അന്വേഷിച്ചാലോ എന്ന്. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ എന്തെല്ലാം കച്ചവടം ചെയ്തു, നേരാവുന്നില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് അപ്പോഴാ പറയും, ഒരു ശൈത്താൻ വന്നിട്ട് പറയും, എന്ത് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യന്മാരിൽ പെട്ട ഒരു ശൈത്താൻ വന്നിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, തങ്ങളടുത്തൊന്ന് പോയിക്കോ, മമ്പറം തങ്ങളടുത്തൊന്ന് പോവുക. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് ചോദിച്ചാൽ, അവിടെ മക്ബറയിൽ കിടക്കുന്ന ആളോട് ചോദിക്കേ, ഉണ്ട് ലോകത്തിൻ്റെ പോക്കെ, പിന്നെ എങ്ങനെ കൊറോണ ജനിതക മാറ്റം വരാണ്ടൊക്കെ അല്ലേ? അത്ഭുതമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുക്കുക, നമ്മളുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. പരമാവധി വിവാഹങ്ങളൊക്കെ നടത്തുമ്പോൾ ആർഭാടമില്ലാതെ ലളിതമായ വിവാഹം നടത്തുക. ഇത് ഇന്നത്തെ കാലത്തേക്കുള്ള കാര്യമല്ല, മരണം വരെ നമ്മളുടെ കുടുംബത്തിൽ ആർഭാടങ്ങളില്ലാത്ത, അതുപോലെ ഡ്രസ് കോഡുകളില്ലാത്ത, പരിധിയിൽ കവിഞ്ഞ ഭക്ഷണമുണ്ടാക്കാത്ത, പരിധിയിൽ കവിഞ്ഞ ആളുകളില്ലാത്ത വിവാഹങ്ങളൊക്കെ നടത്താൻ തീരുമാനിക്കുക. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു ബർക്കത്ത് ചൊരിയും, ഈമാൻ ചൊരിയും. അപ്പം മരിക്കുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ഉച്ചരിച്ച് യാത്ര പോകാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഈമാൻ ഉരുവിട്ടുകൊണ്ട് യാത്ര പോകാൻ സാധിക്കുന്ന അത്ര ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അള്ളാഹിനോട് അടുത്ത് ജീവിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഇത്തരം വിശ്വാസങ്ങളിൽ അകപ്പെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങളെ അള്ളാഹു ആ വിശ്വാസത്തിൽ നിന്ന്, ആ അന്ധവിശ്വാസത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തി തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെയും അള്ളാഹു എത്തിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക്
നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ ആശുപത്രികളിലും വീടുകളിലും കട്ടപ്പെട്ടു ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ നിത്യവൃത്തികളിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ആർക്കും ബാധ്യതയാകാതെ മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മയ്യത്ത് പോകുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് മരിക്കുന്ന മയ്യത്തിന് അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യവും ഈമാനും തഖ്വയും ഹിദായത്തുമൊക്കെ മരണം വരെ നിലനിർത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദീനിനോടും അമിതമായ താല്പര്യവും ആഗ്രഹവും ഉണ്ടായിക്കൊണ്ട് അവരും നമ്മളും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലി അൽ ഹാജാത്ത് اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.